ഫസ്റ്റ് ഹാഫ് കോമഡി കുറച്ചുണ്ട്, പിന്നെ ഫുൾ മോക്ക് ചെയ്യും. ഷാരിസിന്റെ റൈറ്റിംഗ് തന്നെ പറയേണ്ട ആവശ്യമില്ല, എല്ലാ പാർട്ടിക്കിട്ടും നല്ല രീതിയിൽ മോക്ക് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് അജു നിവിൻ്റെ ആ ഒരു കോംബോ അല്ല, അതിനകത്ത് തന്നെ ധ്യാനം ഒന്നും, പക്ഷേ ആ ക്യാരക്ടറിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്, കുറച്ച് സീരിയസ്നെസ് ഉണ്ടായിരുന്നു. ധ്യാൻ വാസ് ഓക്കെ. ബട്ട് സെക്കൻഡ് ഹാഫ് ഞാൻ ഫസ്റ്റ് ഹാഫ് ഈ ഒരു ഫ്ലോയിൽ പോയപ്പോൾ സെക്കൻഡ് ഹാഫ് വെച്ച് അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ കണ്ട അവരുടെ സെക്കൻഡ് ഹാഫിൽ ആ ഒരു തീപ്പൊരി. പക്ഷെ ഇതിനകത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ഇമോഷണൽ സൈഡാണ് പഠിച്ചേക്കണേ. ഒരു പാകിസ്ഥാനി ആളും മലയാളി, ഇന്ത്യയിൽ നിന്ന് മലയാളി തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ബോണ്ട്, ഒരു ഇമോഷണൽ ട്രാക്കാണ് പഠിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കോമഡിയാണ്, ഇതിനും ധ്യാൻ ചേർന്ന് ക്ലൈമാക്സിലും സെന്റിമെന്റ്സ് തന്നെ കാണിക്കുന്നത്. എല്ലാ എലമെന്റ്സും ഉണ്ട്. ജനഗണമന പോലെ ഒരു പൊളിറ്റിക്കൽ റിലീജിയസ് സബ്ജക്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ വിജയോട് മേക്കിംഗ് നല്ലതാണ്. പെർഫോമൻസ് വെച്ചാൽ എല്ലാവരും കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഗ്രാമീണം, അങ്ങനെ പാർട്ടി, എല്ലാ തരം പാർട്ടീനെയും അതായത് ആക്ഷേപിക്കുന്ന രീതിയിലല്ല, ചെറിയ രീതിയിൽ കളിയാക്കുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും കണ്ടിരിക്കാവുന്ന പടം. പിന്നെ ഇന്റർവ്യൂവിൽ കഴിഞ്ഞപ്പോൾ നമുക്ക് ആടുജീവിതം ഒരു ആടുജീവിതത്തിലെ നജീബിൻ്റെ എൻട്രി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ആടുജീവിതം പോലെ അല്ല, ഇത് കംപ്ലീറ്റ് ഒരു കോമഡി മൂഡിൽ പോകുന്ന ഒരു പടമാണ്. എന്തായാലും രസമാണ്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഇപ്പോൾ ഒരു മോട്ടിവേഷൻ പോലെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്, അതൊക്കെ രസമായിട്ടുണ്ട്. എന്തായാലും വ്യത്യസ്തം നിറഞ്ഞ ഒരു കഥാന്തരീക്ഷം, വ്യത്യസ്തം നിറഞ്ഞ അഭിനയ പ്രാധാന്യമുള്ള റോളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. തുറമുഖം 1983 ആണെങ്കിലും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ വ്യത്യസ്ത നിറഞ്ഞ അഭിനയമായിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മികച്ചൊരു അഭിനയ പ്രാധാന്യമുള്ള വേഷമാണ് ചെയ്തിരിക്കുന്നത്. കോമഡി ഉണ്ട്, ഫീൽ ഗുഡ് ഉണ്ട്, ഫാമിലി ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, എൻഗേജിങ് ആണ്, എൻ്റർടൈനിങ് ആണ് സിനിമ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ട നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ്റെ മികച്ച അഭിനയ പ്രാധാന്യമുള്ള റോളാണ്. ധ്യാൻ ശ്രീനിവാസന്റെയും നിവിൻ പോളി ചേട്ടന്റെയും കോമ്പിനേഷൻ രണ്ടുപേരും വന്ന ഫുൾ സ്ക്രീൻ നിറഞ്ഞു. ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് കരഞ്ഞു പോകും നമ്മൾ. കിട്ടിയ സാധനം പുള്ളിയുടെ ഇപ്രായത്തിൽ കിട്ടിയിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. കുറെ നാൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം വരുമെന്ന്. അടിപൊളിയായിരുന്നു, കിട്ടില്ല.